ഹലോ. ഹലോ. എന്താ കാര്യം പറയടി. എന്തായിട്ടാ, റീച്ചായോ? ഇപ്പോഴാ റീച്ച് ആയത്. ഇങ്ങോട്ട് തിരിച്ചു വരാൻ എത്ര ദിവസം എടുക്കും? എടി, ഞാൻ ഇപ്പോഴല്ലേ ഇവിടെ റീച്ച് ആയത്. അപ്പോഴത്തേക്ക് എപ്പോഴാ തിരിച്ചു വരാൻ ചോദിച്ചാല് ഇത് തമാശ കളിക്കാണോ? ഇവിടെ എനിക്ക് പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്. വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും വിളിച്ച് ടോർച്ചർ ചെയ്യാണല്ലേ. ഇവിടെയുള്ള മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വരാനേ ഒരാഴ്ചയിലിടും. എന്താ മനസ്സിലായോ? അതുകൊണ്ട് എപ്പോഴെങ്ങനെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യരുത്. എന്താ മനസ്സിലായോ? എനിക്ക് ഫ്രീ ടൈം ഉള്ളപ്പോഴേ ഞാൻ തന്നെ നിന്നെ വിളിച്ചോളാം. അതെയോ? വേറൊന്നുമല്ല, ഏട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കിവിടെ ഒറ്റയ്ക്കിരിക്കുന്നതുകൊണ്ട് വല്ലാതെ ബോറടിക്കാണ്. ഓ, മാഡം ബോറടിക്കുന്നുണ്ടോ? ഉം. കൊള്ളാലോ. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എന്റെ അമ്മയെ വിളിച്ചിട്ടേ നിങ്ങളുടെ മരുമകളിലും ബോറടിക്കുന്നുണ്ടത്രേ. ഞാൻ വരുന്നവരെ അവളുടെ കൂടെ ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു പറഞ്ഞേക്കട്ടെ. എന്തോന്ന്? നിങ്ങളുടെ അമ്മയോ? അതെന്തായാലും കൊള്ളാം. അതിലും ഭേദം ഞാനിവിടെ നിങ്ങൾ വരുന്നത് വരെ ഒറ്റയ്ക്ക് തന്നെ നിൽക്കുന്നതാ. ആ പേടി വേണം. ശരി ശരി, നീ രാവിലെ നീ ടിഫിന് കഴിച്ചോ? ഇതുവരെ ഇല്ല ഏട്ടാ, ഇനി കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. എടി, സമയം എത്രയായി? ഈ ടിഫിൻ പോലും റെഡിയാക്കിയിട്ടില്ലേ? ഇനി നീ റെഡിയാക്കി എപ്പോ കഴിക്കാനാ? അതല്ല, ഏട്ടനും ഇവിടെ ഇല്ലല്ലോ. എനിക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണ്ടേ. എഴുന്നേക്കാൻ തന്നെ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. ഇനി വേണം എന്തെങ്കിലും ഉണ്ടാക്കാൻ. ശരി ശരി, പെട്ടെന്ന് നീ റെഡിയാക്കിയിട്ടേ വേഗം കഴിക്ക്. എന്താ മനസ്സിലായോ? എനിക്ക് മീറ്റിംഗ് ലേറ്റ് ആയി, ഫ്രഷ് ആയിട്ട് പോണം. മീറ്റിംഗ് കഴിഞ്ഞാലേ ഫ്രീ ഉള്ളപ്പോ ഞാൻ തന്നെ നിന്നെ വിളിച്ചോളാം. എന്താ ഓക്കെ അല്ലേ? അതെ ഏട്ടാ, ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആരാന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഏട്ടൻ ഫ്രീ ആയിട്ട് എന്നെ ഫോൺ ചെയ്യണേ, കേട്ടല്ലോ? ശരി, ബൈ. ശരി, ബൈ. നമസ്കാരം മാഡം. നമസ്കാരം. ആരാ നിങ്ങള്? ഇവിടെ തൊട്ടടുത്ത് ഒരു അനാഥാശ്രമം ഉണ്ടല്ലോ, ഉം. ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. ഓ. ആ അനാഥാശ്രമത്തിൽ ചെറിയ കുട്ടികൾ തൊട്ട് വയസ്സായവർ വരെ ഒരുപാട് പേരുണ്ട് മാഡം. അറിയാം. അവർക്ക് ധരിക്കാൻ ഒരു നല്ല വസ്ത്രം പോലുമില്ല. അവർക്ക് വേണ്ടി ഞങ്ങൾ പഴയ തുണികൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്നും വിചാരിക്കില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെന്തെങ്കിലും പഴയ തുണിയുണ്ടെങ്കിൽ തന്ന് അവരെ സഹായിക്കാൻ പറ്റുമോ? പഴയ തുണികളോ? അതൊന്നുമില്ലല്ലോ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് മാഡം. അവരൊക്കെ വളരെ പാവമാണ്. അവിടെ ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ട്. ദയവേത് ഈ ഒരു സഹായം മാത്രം ചെയ്യൂ. എന്റെ അടുത്ത് ഇല്ലെന്നേ. ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തരില്ലേ. മാഡം, നിങ്ങൾ അകത്ത് പോയി നോക്കാതെയാണ് ഇതൊക്കെ പറയുന്നത്. ഒന്ന് അകത്ത് പോയി തിരഞ്ഞു നോക്കുന്നേ. കീറിയ തുണിയാണെങ്കിലും സാരില്ല, അതെങ്കിലും കൊണ്ടുവന്ന് തരും മാഡം. അത് അവർക്ക് വലിയ സഹായമായിരിക്കും. ശരി, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ പോയി നോക്കട്ടെ. താനെന്തിനാ അകത്തേക്ക് വന്നേ? താൻ പുറത്തേക്ക് പോയിക്കേ. തുണി എടുത്തിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് വരാം. എനിക്ക് തുണിയൊന്നും വേണ്ട, നിന്നെയാണ് വേണ്ടത്. എന്തോന്ന്? എന്നെയാണ് വേണ്ടതെന്നോ? ഞാനേ നിനക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത്. പഴയ തുണികൾ വാങ്ങാൻ വന്നതാണെന്ന് ഞാൻ നിന്നോട് നുണ പറഞ്ഞതാ. നിന്റെ വീട് കാണാൻ നല്ല വലുപ്പവും നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പൊ ഒരുപാട് കാശുണ്ടാവും അല്ലേ? ഇനി ഇതൊക്കെ എന്റേതാണ്. നിന്നെയും കൂടി ചേർത്താ പറയുന്നത്.
നീ ഇപ്പൊ എന്തിനാ ചിരിക്കുന്നേ? ഏയ്, മര്യാദയ്ക്ക് ഉത്തരം പറയ്. നീ ഇപ്പൊ എന്തിനാ ചിരിക്കുന്നത്? എനിക്ക് ദേഷ്യം വന്നാലും ഞാൻ എന്താ ചെയ്യുന്ന പോലും അറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ, കൂൾ, റിലാക്സ്. നിക്ക്, ഞാൻ പറയാം. നീ ഉണ്ടല്ലോ, എന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ അവിടെ എന്തൊക്കെയുണ്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നോ? CCTV ക്യാമറ ഫിക്സ് ചെയ്തിരിക്കുക. എന്റെ ഭർത്താവേ ഇവിടെ നടക്കുന്നതെല്ലാം ലൈവായിട്ട് മൊബൈലിലൂടെ കാണുന്നുണ്ടാവും. നീ ഇവിടേക്ക് കയറി വന്നത് പോലും അദ്ദേഹം ഇപ്പൊ കണ്ടു കാണുമായിരിക്കും. ഈ സമയം കൊണ്ട് ചിലപ്പോ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്ത് കാണുമായിരിക്കും. എനിക്ക് തോന്നുന്നത് കുറച്ചു നേരം കൂടെ കഴിഞ്ഞാ ഇവിടെ പോലീസ് എത്തുവെന്നാ. അതിനുശേഷം നിന്റെ കഥയുണ്ടല്ലോ കട്ട പോകയാ. ഒന്ന് മതിയാക്കോ. നീ എന്താ കളിയാക്കാണോ? അതിനെ കുറിച്ച് ഓർക്കുമ്പോഴാ എനിക്ക് ചിരി വരുന്നത്. നിന്നെയൊക്കെ അതിരിക്കട്ടെ. CCTV ഫുട്ടേജ് കണ്ട് പോലീസ് എങ്ങനെയാ അങ്ങോട്ട് വരിക? നീ തന്നെ പേടിപ്പിക്കാണോ? ഛേ, ഞാൻ എന്തൊക്കെയോ വിചാരിച്ച് ഇങ്ങോട്ട് വന്നു. നിന്നെയൊക്കെ എങ്ങോട്ടേക്ക് പോകുന്നേ? പോലീസുകാരെ നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത്? നീ എന്തിനാ വെറുതെ നടന്നു പോകുന്നേ? അവരുടെ കൂടെ ജീപ്പിൽ പോയിക്കൂടെ? നിന്നെ ഛേ. ഹലോ, ആ പറയ്. അതെ ഏട്ടാ, കുറച്ചു മുമ്പ് നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാ സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാവോ? എന്താ എന്താ സംഭവിച്ചത്? നമ്മുടെ വീടിനകത്ത് ഒരു കള്ളൻ കയറിയേട്ടാ. എന്ത് കാണാനോ? ആ അതെ ഏട്ടാ, അനാഥാശ്രമത്തിൽ നിന്നാണ് വന്നതെന്നും അവിടുത്തെ കുട്ടിയൊക്കെ വേണ്ടിയിട്ട് പഴയ തുണികള് വല്ലതും ഉണ്ടെങ്കിൽ തരുമോന്ന് ചോദിച്ചിട്ട് വന്നതാ. ഞാനും നമ്മുടെ വീട്ടിലെ വല്ല പഴയ തുണികളുണ്ടെങ്കിൽ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് വന്നു. പെട്ടെന്ന് അവൻ വീടിനകത്തേക്ക് കയറിയേട്ടാ. വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്താനും തുടങ്ങി. അപ്പോ ഞങ്ങളുടെ വീട് മുഴുവനും CCTV ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതിലൂടെ എന്റെ ഭർത്താവ് കാണുന്നുണ്ടാവുമെന്നും ഇന്നേരം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പറഞ്ഞപ്പോ അയാള് അത് കേട്ട് പേടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഓടിക്കളഞ്ഞു. ആണോ? നല്ല കാലം. നീ അവന്റെ അടുത്ത് രക്ഷപ്പെട്ടില്ലേ? അതെന്നെ വലിയ കാര്യം. അതെ ഏട്ടാ, നമ്മുടെ വീട്ടില് CCTV ക്യാമറ ഫിറ്റ് ചെയ്യണമെന്ന് എത്ര തവണ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുള്ളതാ. ഏട്ടൻ ഇതുവരെ അത് ചെയ്യണമെന്ന് തോന്നിയില്ലല്ലോ. ഇനിയെങ്കിലും ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയല്ലേ? എടി, sorry ട്ടോ. ഇത്രയും വലിയ പ്രശ്നമാവും ഞാൻ പ്രതീക്ഷിച്ചത് പോലല്ല. ശരി, ഇപ്പൊ തന്നെ ഞാൻ CCTV ഫിക്സ് ചെയ്യുന്നവരെ വിളിച്ച് ഉടനെ നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാം. പോലെ ശരി ഏട്ടാ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഓക്കെ?